ഹായ് ഫ്രണ്ട്സ്, ജാസ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശോഭേ, ഡിസംബർ മാസമൊക്കെ അല്ലേ, എല്ലാരും നോയമ്പിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് നോൺ വെജ് അല്ലാതെ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ശോഭയ്ക്ക് അറിയാവോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്? അപ്പൊ പിന്നെ നമുക്ക് മീനില്ലാതെ മീൻ പീര വെച്ചാലോ? അതെയോ? കോവയ്ക്ക കൊണ്ട് നമുക്കൊരു മീൻ പീര ഉണ്ടാക്കി നോക്കിയാലോ? അത് അടിപൊളിയായിരിക്കും. എല്ലാവർക്കും കോവയ്ക്കൊക്കെ ഇഷ്ടമുള്ളതല്ലേ, അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞങ്ങളോട് ചോദിച്ചായിരുന്നു, ആൾക്കാർ ചോദിച്ചു ഇതെന്തിനാണ് ഇത് വെച്ചേന്ന്. അപ്പൊ ഇത് നമ്മുടെ മൺചട്ടിയില് കറികൾ ഉണ്ടാക്കുമ്പോ ശരിക്കും നിൽക്കാറില്ല. അതിനു വേണ്ടിയിട്ട് അത് വെക്കുന്നതാണ്. അതിന്റെ മുകളിൽ ചട്ടി വെച്ചാൽ അത് ചെരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പൊ പാലപ്പത്തിന് ചട്ടിക്ക് അതൊക്കെ വെക്കാൻ പറ്റുമല്ലോ? ചട്ടിക്കും ഇത് തന്നെ ഉപയോഗിക്കാം. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇടുന്നുണ്ട്. കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുകും ഉലുവായും പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്കിനി വെളുത്തുള്ളി ഇടാം. ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞത്. അതിന്റെ കൂടെ 2 പച്ചമുളകുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒപ്പം ഒരു 3 ചെറിയുള്ളി അരിഞ്ഞത്. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സവോള ആയാലും മതി. ഞാൻ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 3 മീഡിയം സൈസ് ഉള്ളി. കുറച്ച് കരിയാപ്പില ചേർക്കുന്നുണ്ട്. നമ്മുടെ സവോള, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനുള്ള കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഒരു 250 ഗ്രാം ഉണ്ടായിരിക്കും നമ്മളെടുത്തിരിക്കുന്നത്. അതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് ചെറിയ തീയിൽ നാവി കയറി കഴിയുമ്പോൾ ആവശ്യമുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മളിതിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർത്തിട്ടില്ല. അവസാനം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഞാനിതിന് ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം തേങ്ങ ഇട്ടാൽ മതിയാവും. തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന്റെ കൂടെ പുളിവെള്ളം ചേർക്കുന്നുണ്ട്.
കുടംപുളി 3 അല്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നേരത്തെ ഒരു 3/4 മണിക്കൂറോളം ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിന്റെ വെള്ളം മാത്രം ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലാത്തവർക്ക് പുളി സൈഡിൽ ചേർക്കാം. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്, ചെറിയ ഫ്ലെയിമിലിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി നന്നായിട്ട് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് മാക്സിമം 10 മിനിറ്റ്സ് ഇടയ്ക്ക് ഇളക്കിയിട്ട് ഒലത്തിയെടുക്കണം. ഇത് തേങ്ങയിട്ട് പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല. തുറന്നു വെച്ച് തന്നെ ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് ഒലത്തിയെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് ഒലന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വാങ്ങി വെക്കാം. ഇതൊരു ബോളിലേക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ ഞാൻ വീട്ടിൽ പലപ്പോഴും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. പക്ഷേ ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നമ്മുടെ ശോഭ ഉണ്ടാക്കിയ മീനില്ലാത്ത കോവയ്ക്ക തീരെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയൊക്കെ മീനല്ലാന്ന് ആരും പറയത്തില്ല. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നോയമ്പ് കാലത്തൊക്കെ എല്ലാവർക്കും മീനില്ലാതെ ചോറുണ്ടാൻ പറ്റിയല്ലാത്തവർക്കൊക്കെ നല്ലൊരു ഡിഷാണ്. മീനല്ലാന്നേ പറയല കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.